ജപമാലയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ പങ്കെടുക്കാൻ വരുന്നവർ നിങ്ങൾ അത്ഭുതങ്ങൾ ആഗ്രഹിക്കണം. മനസ്സിലായോ? അത്ഭുതങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കണം. കാരണം ഇതിൻ്റെ പേരെന്താണ്? ഇത് അത്ഭുതങ്ങളുടെ ജപമാല എന്നാണ്. അപ്പോൾ ഈ അത്ഭുതങ്ങളുടെ ജപമാല എന്ന് പറഞ്ഞാൽ ജപമാല പരിശുദ്ധ മാതാവിൻ്റെ പ്രതികരിക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. അപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അതാണ് ഇതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തു. 3 കാര്യങ്ങൾ നിങ്ങളോട് സമർപ്പിച്ചു. നിങ്ങളുടെ 3 ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക ഹൃദയത്തിൽ. അത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. കാരണം പരിശുദ്ധ മറിയം മഹത്വപ്പെട്ട ശുശ്രൂഷയായതുകൊണ്ട് പരിശുദ്ധ മറിയം വഴി ഈ 3 ആവശ്യങ്ങൾ നിനക്ക് ലഭിക്കണം. സമർപ്പിച്ചിട്ട് കൈ ഉയർത്തി തന്നെ ചോദിച്ചേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ആരാധന, ഹല്ലേലൂയ. നിങ്ങൾ 3 ആവശ്യങ്ങൾ പറയാനില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ചിലർക്ക് ഒത്തിരി ആവശ്യം കാണും, അതിൽ 3 സമർപ്പിക്കാനാണ് പറഞ്ഞത്. കൽത്താഴ്ത്തിയിട്ട് ഹല്ലേലൂയ. നാം തിരുവചനത്തിൽ വായിക്കുന്നു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒത്തിരി കേട്ട വചനമാണ് കാനായിലെ വിവാഹ വിരുന്ന്. ഇവിടെ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, 2:1 പറഞ്ഞിരിക്കുകയാണ്, യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. 2-ാമത്തെ വചനം പറഞ്ഞിരിക്കുകയാണ്, യേശു ശിഷ്യന്മാരെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈ വിരുന്നിൽ, ഈ സ്വർഗീയ ഈ വിരുന്നിൽ യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. എന്താണ് ഉറപ്പ്? ഇവിടെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങൾ വെച്ച് അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും അവിടെ അമ്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം, നിങ്ങൾ ഈ പ്രാർത്ഥന ആരംഭത്തിലൂടെ സമർപ്പിച്ച ഒരു 153 മണി ജപമാലയുണ്ട്. ആ ഒരു പ്രാർത്ഥന ദൈവമാതാവിനെ ക്ഷണിക്കുന്ന പ്രാർത്ഥനയാണ്. പക്ഷെ നിങ്ങൾ പലരും വന്നത് ആ പ്രാർത്ഥന കഴിയാറായപ്പോഴാണെന്ന് മാത്രം. നമ്മൾ ആ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഈ കൂടാരത്തിലേക്ക് വരികയാണ്. 2, നിങ്ങൾ വ്യക്തിപരമായി അർപ്പിക്കുന്ന ഓരോ ജപമാലകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ മാതാവിനെ കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണത്. നിങ്ങളുടെ വ്യക്തിപരമായ ജപമാല പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളാകട്ടെ, നിങ്ങൾ കാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഇത് ആദ്യമായിട്ട് പങ്കെടുക്കാമെന്ന ആൾക്കാരോട് ഞാൻ പറയും, ഇത് നിങ്ങളൊരു ചലഞ്ചാണ് എടുക്കുക, ഒരു ചലഞ്ചായിട്ട് എടുക്കുക. നിങ്ങളുടെ ഒരു പ്രശ്നം അത് കാലങ്ങളായിട്ട് പരിഹാരമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു ദിവസം ഇന്നു മുതൽ 10 ദിവസങ്ങൾ മുടക്കം വരുത്താതെ ഒരു 153 മണി ജപമെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചൊല്ലണം. ഒരു 153 മണി ജപം, അളവില്ലാത്ത ആരംഭിക്കുന്ന പ്രാർത്ഥന, വിശ്വാസ പ്രമാണം, തുടർന്ന് രഹസ്യങ്ങൾ, സന്തോഷ രഹസ്യങ്ങൾ, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, മഹിമയുടെ രഹസ്യങ്ങൾ, അതല്ലെങ്കിൽ പ്രകാശ രഹസ്യങ്ങൾ, ഏതെങ്കിലും 3 മതി. അതിന് ലുത്തിനിയായും ചൊല്ലി നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം. ഇങ്ങനെ പറയണം, മാതാവേ, എൻ്റെ തലമുറകളിൽ, അതായത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ തലമുറകൾ, എൻ്റെ തലമുറകളിൽ മരണം മൂലം വേർപെട്ടു പോയ നഷ്ടപ്പെട്ടവരായ ആത്മാക്കളെ രക്ഷിക്കുവാൻ കരുണ കാണിക്കണമേ. ഞാൻ അതിനുവേണ്ടി ജപമാല സമർപ്പിക്കുന്നു. ഇത്രയും നിങ്ങൾ പറഞ്ഞാൽ മതി. എന്താ പറയേണ്ടത്? നിങ്ങളുടെ തലമുറകളിൽ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളോട് കരുണയുണ്ടാകണമേ, അവരെ രക്ഷിക്കാൻ കരുണ കാണിക്കണമേ. ഈ ആവശ്യം പറഞ്ഞ് ജപമാല സമർപ്പിച്ചു. ഈ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അതൊരു ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ഒരു ദിവസം 50 ചൊല്ലിയിട്ട് പിന്നെ നിങ്ങൾ അത് മുറിച്ചു വിടരുത്. നിങ്ങൾക്ക് രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയമുണ്ട്. ഒറ്റയ്ക്ക് ചൊല്ലണം, ഒരു വ്യക്തി ഒറ്റയ്ക്ക്. അവിടെ ഭാര്യയും ഭർത്താവും കൂട്ടുബന്ധമൊന്നുമില്ല, അല്ലെ മക്കളെ കൂട്ടുപിടിക്കാൻ പറ്റില്ല. ഒരാൾ ഒറ്റയ്ക്ക് സമർപ്പിക്കണം, ഒരു ജപമാല ചൊല്ലണം. അത് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഏത് സമയത്തൊക്കെ ചൊല്ലാം. ഒരേ സമയത്ത് പൂർത്തീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ നിങ്ങൾ ചൊല്ലുന്ന ജപമാല
ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അത് ഹൈ സ്പീഡിൽ ചൊല്ലി തീർക്കരുത്. അത് അറിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. ഹൃദയത്തിൽ നിന്നും ഓരോ വാക്കുകളും ഓർത്ത് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. കാരണം ഈ ജപമാല, ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു, ജപമാല അത് കന്യാമരത്തെ സ്തുതിക്കുന്നൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ മറിയം സ്തുതിക്കപ്പെടുന്നുള്ള ദൈവത്തിൻ്റെ നിശ്ചയ പദ്ധതിയുമാണ്. ലൂക്ക 1:48 വചനത്തിൽ ദൈവമാതാവ് പറയുകയാണ്, ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും അവനെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന്, എന്നെ അനുഗ്രഹിക്കുന്ന പ്രകീർത്തിക്കും. അപ്പോൾ ഈ തലമുറയിൽ നമ്മൾ ജപമാല എന്ന പ്രാർത്ഥനയിലൂടെ, ഈ സ്തുതിപ്പിലൂടെ, ഇത് വലിയ സ്തുതിപ്പാണത്, അതിലൂടെ നമ്മൾ പരിശുദ്ധമ്മയെ സ്തുതിക്കുകയാണ്. അവൾ മഹത്വപ്പെടുകയാണ് ജപമാലയിലൂടെ. കാരണം അവൾ സ്വർഗീയ രാജ്ഞിയാണ്, മാലാഖമാരുടെ രാജ്ഞിയാണ്, ത്രിലോക രാജ്ഞിയാണ് ദൈവമാതാവ്. തീർച്ചയായിട്ടും ആ സ്വർഗീയ രാജ്ഞി സ്തുതിക്കപ്പെടണം. ദൈവത്തെ സ്തുതിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തെ ആരാധിക്കുന്നു. സ്തുതിക്കുമ്പോൾ ദൈവം ഉത്തരം നൽകും. അവിടെ ഉത്തരമാണ് നമ്മളിലേക്ക് അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോഴോ സ്വന്തമായി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ നിങ്ങളുടെ സ്തുതി ആരാധനകൾ അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് എങ്കിൽ അപ്പോൾ തന്നെ ഉത്തരം വരും. പരിശുദ്ധാത്മാവ് റെസ്പോണ്ട് ചെയ്യും. അവിടെ സ്വർഗ്ഗത്തിൻ്റെ കവാടം തുറക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവോടെ ഇറങ്ങി വരും, നിങ്ങളിലേക്ക് വരും. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അത്? ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിലുള്ള തീർച്ചയായിട്ടും നമുക്കെല്ലാം അനുഭവമാണത്. കാരണം ദൈവം നമുക്ക് വിദൂരസ്ഥനല്ല, നമുക്ക് സമീപസ്ഥനാണ്. സ്വീഡീഷിന്റെ മക്കള് കർത്താവ് ദൈവവുമായുള്ള ജനതയാണ്. ഹല്ലേലൂയ. കർത്താവ് ദൈവമുള്ള ജനതയാണ് നമ്മൾ. നമ്മുടെ ദൈവം കർത്താവാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ. അത്രമാത്രം നമുക്കൊരു വലിയൊരു ബന്ധം ഓരോ സ്വീഡീഷിന്റെ മക്കൾക്കും ദൈവത്തോടുണ്ട്. ആകാശത്തെയും ഭൂമി സൃഷ്ടിച്ചവനായ കർത്താവ് ദൈവത്തോട് നമുക്കുണ്ട്. ഹല്ലേലൂയ. നാം ഓരോ സ്തുതി നടത്തുമ്പോഴും നാം തട്ടി വിളിക്കുകയാണ് സ്വർഗത്തിൽ. പിതാവിനെ തട്ടി വിളിക്കുകയാണ്. ജീവന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിന് വേണ്ടി നമുക്ക് ദാഹം ഉണ്ടാകണം. നമ്മളിലേക്ക് ഇറങ്ങി വരും പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ അനുഭവിച്ചറിയാൻ നിങ്ങൾ സാധിക്കണം. ഇതുപോലെ തന്നെയാണ് മറുവശത്ത് നാം പരിശുദ്ധ അമ്മയെ സ്തുതിക്കുമ്പോൾ, ഈ ജപമാല ചൊല്ലി ദൈവമാതാവിനെ സ്തുതിക്കുമ്പോൾ, ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഒരുപാട് സ്തുതിക്കുമ്പോൾ അവിടെ പരിശുദ്ധ കന്യാമറിയം മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയുമാണ്. അവൾ സ്തുതിക്കപ്പെടുന്നു, മഹത്വപ്പെടുന്നു. ഇവിടെ നമ്മൾ സമർപ്പിക്കുകയാണ്, ഞങ്ങളുടെ തലമുറകളെ വീണ്ടെടുക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധം ഇടപെടുകയാണ്. നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ മോചിപ്പിക്കുവാനുള്ള അവൾക്ക് ലഭിച്ച അധികാരം അവളുടെ പ്രകടമാക്കുകയാണ്. പിശാച് കൊള്ളയടിച്ചു കൊണ്ടുപോയ നമ്മുടെ തലമുറകളെ, പിതാക്കന്മാരെ വിടുവിക്കാനുള്ള ശക്തിയും അധികാരവും പരിശുദ്ധ കന്യാമറിയത്തിനുണ്ട്. ഉൽപ്പത്തി 3:15 വചനപ്രകാരം അവൾ നിന്റെ തല തകർക്കുന്ന അധികാരമാണത്. ദൈവം മറിയത്തിന് കൊടുത്ത അധികാരമാണ് സാത്താന്റെ തല തകർക്കുന്ന അധികാരം. അവൾ നിന്റെ തല തകർക്കും. അപ്പോൾ ആ തല, ശത്രുവിൻ്റെ തല തകർക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ നിലവിളിയും പ്രാർത്ഥനയുമാണ് ജപമാല. അത് നമ്മൾ അർപ്പിക്കുമ്പോൾ ശത്രു തകരുകയാണ്. ഒരാത്മാവ് നഷ്ടപ്പെട്ട ആത്മാവിന് വേണ്ടി നമ്മൾ ജപമാല അർപ്പിക്കുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ട രക്ഷിതാത്മാവാണെങ്കിൽ ആത്മാവിന് മേലുള്ള പിശാചിൻ്റെ സ്വാധീനത്തെ ആ പ്രാർത്ഥന അഗ്നിയായി മാറി തകർത്ത് കളയുകയാണ്. ഒരാത്മാവ് സ്വതന്ത്രമാക്കപ്പെടുകയാണ്. ഇതാണ് പരിശുദ്ധ വഴി സംഭവിക്കുക, ജപമാല വഴി സംഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അർപ്പിച്ച ജപമാലയിൽ ദൈവമാതാവ് ഇവിടെ ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. 2, യേശു അവിടെ ഉണ്ടായിരുന്നു. അവർ യേശു ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. യേശു ഇവിടെ ഉണ്ടോ? അതിനെന്താ ഉറപ്പ്? എല്ലാ ഉറപ്പും വചനമാണ്. മത്തായി 18:20 വചനമാണ്. എൻ്റെ നാമത്തിൽ 2 3 പേർ ഒരുമിച്ച് കൂടുതൽ ഞാൻ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഓക്കെ, ആ വചനപ്രകാരം യേശു ഇവിടെ ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട്, യേശു പലയിടങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും പോയപ്പോൾ യേശുവിന് അവരെ സുഖപ്പെടുത്താൻ പറ്റിയില്ല, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? അവരുടെ അവിശ്വാസ നിമിത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ യേശു ഇവിടെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ട്. നമുക്ക് വിടുതൽ വേണം, സൗഖ്യം വേണം, പരിശുദ്ധാത്മാവിന് അഭിഷേകം വേണം. അപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകണം, വലിയ വിശ്വാസം നമുക്ക് വേണം. ഈ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ മക്കളോട് വന്നിട്ടുണ്ട്.
ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, എവിടെ ശുശ്രൂഷ നടത്തപ്പെട്ടാലും അവരുണ്ട് അവിടെ. അവരവിടെ വരുന്നത് ഒരു രോഗസൗഖ്യം പ്രാപിക്കാൻ വേണ്ടി വരുന്നവരല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവർ വരുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്, അഭിഷേകത്തിന് വേണ്ടി വരുന്നവരാണ്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ ദാഹം കാണുന്ന കർത്താവ് നിങ്ങളിലേക്ക് തന്നെ ആത്മാവിനെ ഇരട്ടി ശക്തിയോടെ ഊറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു ഇവിടെ ഉണ്ട്, പരിശുദ്ധ അമ്മ ഇവിടെ ഉണ്ട്. ആ യേശു ക്രിസ്തു നമ്മൾ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ ദൈവത്തിന് കൊടുക്കണം, നമ്മൾ വിശ്വസിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അധ്യായം 15 യോഹന്നാന്റെ സുവിശേഷം 15:7 യേശു പറയുന്നൊരു വചനമുണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്ന വഴി പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തു ചോദിച്ചോ ഇഷ്ടമുള്ളത് ചോദിക്കാനാണ് പറഞ്ഞത്. ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, ലഭിക്കുക തന്നെ ചെയ്യും. 2 കാര്യം കർത്താവ് പറഞ്ഞത്. എന്തൊക്കെയാണത്? നിങ്ങൾ എന്നിൽ വസിക്കണം. ഇഫ് യു അബൈഡ് ഇൻ മീ, നിങ്ങൾ എന്നിൽ വസിക്കുമെങ്കിൽ. 2, എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ. എന്താ എൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. ആ വാക്കുകൾ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് അനുസരിച്ചുകൊണ്ട് മാത്രമേ ആ വചനം അവിടെ ഉറപ്പിക്കപ്പെടത്തുള്ളൂ. കാരണം വിശ്വാസത്തിനെതിരായ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിന്റെ വിശ്വാസം തകർന്നു പോവും, ആ വാക്കുകൾ നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, അനുസരിക്കണം. അങ്ങനെ അനുസരിക്കുമ്പോഴാണ് വചനത്തോടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, വംശം നിൽപ്പിക്കാൻ പറ്റുക. യേശു പറയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം. യേശുവിൽ വസിക്കണം. എങ്ങനെ യേശു വസിക്കാൻ സാധിക്കുക? അതിന് ഉത്തരം ഇതാണ്: യേശുവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ടാണ് നമുക്ക് യേശുവിൽ വസിക്കാൻ പറ്റുക. യേശുവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ നമ്മൾ യേശുവിൽ വസിക്കുന്നവരാണ്. ഈ തലമുറയിൽ അനേകം ക്രൈസ്തവരുടെ, അനേകം കത്തോലിക്കരുടെ വലിയ പരാജയമാണ്. ഒരു പേരിന് നാമമാത്രം ക്രൈസ്തവരാണ്. ഒരു പള്ളി പോകുന്നു, പ്രാർത്ഥന, വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ഒരു ബൈബിള് വായിക്കുന്നുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും വചനം അനുസരിക്കത്തില്ല. അവർ ക്രിസ്ത്യാനികളല്ല. Those who obey the word of Jesus Christ, they are the true Christians. ക്രിസ്തുവിൻ്റെ വചനം ആരനുസരിക്കുന്നുവോ അവനാണ് ക്രൈസ്തവൻ. ക്രിസ്ത്യാനി നമ്മൾ പറയും, ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവൻ. Those who follow Jesus Christ, they are Christians. അപ്പോൾ യേശുവിനെ അനുകരിക്കുക, യേശുവിനെ പിൻചെല്ലുക എന്ന വാക്കിൻ്റെ അർത്ഥം യേശുവിനെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവരായിരിക്കണം. പക്ഷെ ദൗർഭാഗ്യവശാൽ അനേകം ക്രൈസ്തവർ അവർക്ക് വചനം കേട്ടാൽ മാത്രം മതി, അനുസരിക്കാൻ പറ്റില്ല. ഒരു വലിയ പരാജയമാണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പരാജയം. എന്നാൽ മറുവശത്ത് എന്തുകൊണ്ടാണ് പെന്തക്കോസ്താ സഭകൾ ശക്തി ആർജിച്ച് വളരുന്നത്? അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്നു വചനത്തിന്. ഒരു വചനം അനുസരിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്നു. ഒരു പരിശുദ്ധാത്മാവിന് വലിയ സ്ഥാനം കൊടുക്കുന്നു. അവർക്ക് വചനവും പരിശുദ്ധാത്മാവും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇത് രണ്ടും നമുക്കുണ്ട്. കത്തോലിക്കർക്കുണ്ട്, യാക്കോബക്കാർക്കും ഓർത്തഡോക്സുകാർക്കും ഒക്കെ ഇതുണ്ട്. പക്ഷേ അനുസരിക്കില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുത്ത എത്ര, ഞാൻ കത്തോലിക്കർക്ക് ചോദിക്കുകയാണ്, ഇതിൽ കൂടുതൽ കത്തോലിക്കർ ഇരിക്കുന്നത് കൊണ്ട് എത്ര കത്തോലിക്കരുണ്ട് നമ്മുടെ സഭയിൽ? എല്ലാവരും വചനം പ്രസംഗിക്കുന്നു. എത്ര പേർ അനുസരിക്കുന്നവരുണ്ട്? എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ 37 വർഷമായി ഞാൻ ഈശോ കണ്ടുമുട്ടി. ആ 37 വർഷം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കർത്താവ് എനിക്ക് ഒരു കൽപ്പനയൊക്കെ നൽകി. അതിതായിരുന്നു പുറപ്പാട് 15:27 വചനം. പുറപ്പാട് 15:27, ബുക്ക് ഓഫ് എക്സോഡസ് 15:27, 26. ഇതിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ
ഈജിപ്തുകാരുടെ മേൽ വരുത്തിയൊരു മഹാമാരിയും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആദ്യം ലഭിച്ച കൽപ്പന അതാണ്. എന്നെ സഹായിക്കാൻ എനിക്ക് എൽഡർമാരില്ല, പ്രാർത്ഥനാ കൂട്ടായ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം എനിക്ക് നൽകി. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രമിക്കണം, അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം, അവിടുത്തെ ചട്ടങ്ങൾ അനുസരിക്കണം, കൽപ്പനകൾ പാലിക്കണം. അങ്ങനെ ചെയ്താൽ ഒരു മഹാമാരി നിന്റെ മേൽ ഞാൻ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഞാനിത് പഠിക്കാൻ തുടങ്ങി, ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, എന്നെ ദൈവം ആവശ്യപ്പെടുകയാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. എന്നിട്ട് പറയാണ്, അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് അവിടുത്തെ ദൃഷ്ടിയിൽ നീ ചെയ്യുന്നതെല്ലാം അങ്ങനെ ആയിരിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ അവിടത്തേക്ക് നീ ചെയ്യുന്നത് ശരിയായ കാര്യമായിരിക്കണം. ദൈവത്തിന് ശരിയായിട്ടുള്ളത്, എനിക്ക് ശരിയായിട്ടുള്ളതല്ല. ഞാൻ ചെയ്യുന്ന പല കാര്യവും അത് ദൈവത്തിന് ശരിയാകണമെന്നില്ല. കാരണം ഞാൻ ഈ ലോകത്തിലെ മനുഷ്യനാണ്. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ അനുവർത്തിക്കാൻ പോയാൽ അത് ദൈവത്തിന് ഇഷ്ടമാകില്ല. അപ്പോൾ എന്താണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത്, എന്താണ് ദൈവത്തിന് പ്രസാദകരമല്ലാതായിട്ടുള്ളത് എന്നൊരു വേർതിരിവ്, ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അതിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് എന്നെ പ്രസംഗിക്കാൻ ധ്യാന ഗുരുക്കന്മാരില്ല, എനിക്ക് പങ്കുവയ്ക്കാൻ കൗൺസിലേഴ്സ് ഇല്ല, പ്രാർത്ഥനാ കൂട്ടായ്മകളൊന്നുമില്ല. ഞാൻ ഒറ്റയായിരുന്ന കാലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ സ്വരം എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്, രണ്ട് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം. ആ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകുന്ന ബോധ്യങ്ങൾ, പ്രചോദനങ്ങൾ, ഇൻസ്പിറേഷൻസ്, ഇതൊക്കെ ദൈവത്തിൻ്റെ സ്വരമാണ്. ഞാൻ തിരിച്ചറിഞ്ഞു. അതനുസരിക്കാതെ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന വേദന അനുഭവിച്ചറിഞ്ഞു. അതനുസരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഞാൻ അനുഭവിച്ചറിഞ്ഞു, സംരക്ഷണം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഇങ്ങനെ ദൈവനെ പരിശീലിപ്പിച്ചു. ആ ഒരു വചനം അന്നും ഇന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ സംരക്ഷണം മതിലാണ്. ഒരു കോട്ട എനിക്ക് ചുറ്റിലും, ശത്രു ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനം തന്നെ എൻ്റെ ചുറ്റിലും ഒരു മതിലാക്കി ഞാൻ മാറ്റി. ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനേക്കാളും, ഈ ലോകത്തിലെ ഏതൊരു സംവിധാനത്തെക്കാളും ഏറ്റവും വലിയ സംരക്ഷണം തരാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിനാണ്. ഹല്ലേലൂയ. ആ കാലങ്ങളൊക്കെ ഞാനിങ്ങനെ ധ്യാനങ്ങളുമായിട്ട് പോകുന്ന കാലങ്ങളിൽ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളാണ്, കുടുംബത്തിലെ കൊച്ചു കുട്ടികൾ. എനിക്ക് ഒരു മാസം 3 ധ്യാനം ഉണ്ടാകും. പല ഇടവക പള്ളികളിലായിരിക്കും. ഒരു ദിവസം, ഒരാഴ്ച മാത്രമാണ് വീട്ടിലുണ്ടാവുക. പക്ഷെ എനിക്കും ദുഃഖമാണ്, കുട്ടികൾക്കും ദുഃഖമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ കർത്താവിന് ഒരു കാര്യം പറഞ്ഞു, ദൈവമേ, എൻ്റെ ഈ വിളിയിൽ ഞാൻ എല്ലാവരും അടിയറ വെച്ചു. എന്നെ കർത്താവിന് പൂർണ്ണമായിട്ട് കൊടുത്തു. എൻ്റെ കാര്യം മാത്രം കർത്താവോട് പറഞ്ഞു, താവേ, ഞാൻ അവിടെ വേല ചെയ്യാൻ തയ്യാറാണ്. ഒറ്റ കാര്യം മാത്രം, അവിടെ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം. കാരണം അവരൊറ്റയ്ക്കാണ്, അവിടെ വേറെ ആരും സഹായിക്കാനായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം, എൻ്റെ കുടുംബത്തെ എല്ലാ രോഗങ്ങളിൽ നിന്ന്, ശത്രുവിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവിന് ഈ വചനം തന്നത്. ഇതിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധയോടെ ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്താൽ നിൻ്റെ ഒരു മഹാമാരി ഞാൻ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അത് അന്നുപോലെ ഇന്നുവരെയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ബലം അതാണ്, എൻ്റെ സംരക്ഷണം അതാണ്. ഞാൻ നിൽക്കുന്ന എത്രമാത്രം ശത്രുക്കളുടെ ഇടയിൽ ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം. എത്രമാത്രം എതിരാളികളുടെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. എത്രമാത്രം ഭീഷണികൾ ഞാൻ കേൾക്കാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എവിടെയെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് പാറയാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ ബലമാണ്, എൻ്റെ അഭയകേന്ദ്രമാണ്, എൻ്റെ ശക്തി ദുർഗമാണ്. കാരണം ഞാൻ ജീവിക്കുന്നത് അവിടുത്തെ വചനത്തിലാണ്. ഒരു ശത്രുവിനെ തൊടുക സാധ്യമല്ല. ഹല്ലേലൂയ. ഇതൊരു ഗ്യാരണ്ടിയാണ്, ഇതൊരു ഗ്യാരണ്ടിയാണ് ഇവരുടെ. ഞാൻ പറയും, നമ്മുടെ എല്ലാം ജീവിതങ്ങൾ, ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതങ്ങൾ ഇപ്രകാരം അത് കരുപിടിപ്പിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്ത ഒന്നും നമ്മൾ ചെയ്യരുത്, വാക്ക് സംസാരിക്കരുത്. നമ്മൾ കിടക്കുന്ന പഴയ മനുഷ്യൻ നമ്മളിലൂടെ പലതും പറയാൻ ശ്രമിക്കും. പല നാവിലൂടെ പല വാക്കുകൾ വരും, തെറ്റായ വാക്കുകൾ.
മറ്റൊരാളോടൊന്ന് മറ്റൊരു മനുഷ്യരോട് വേണം നമുക്ക് തിന്മ സംസാരിക്കാം, കോപിക്കാം, പൊട്ടിത്തെറിക്കാം, നുണ പറയാം, വ്യാജം പറയാം. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെതാണ്, ഇതിൽ വസിക്കുന്നവൻ ജീവിക്കുന്ന ദൈവമാണ്, പരിശുദ്ധാത്മാവ്, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ഇത് തിന്മയ്ക്കുള്ളതല്ല, ഇത് അശുദ്ധമായ ഒരു പ്രവൃത്തിക്കുള്ളതല്ല. അതുകൊണ്ട് എനിക്ക് അശുദ്ധമായത് കാണേണ്ട, അശുദ്ധമായത് കേൾക്കേണ്ട, അശുദ്ധമായത് എനിക്ക് പറയേണ്ട, എനിക്കെൻ്റെ നാവ് കൊണ്ടൊരു പാവവും ചെയ്യേണ്ട, എനിക്ക് നാവ് കൊണ്ട് വ്യാജം പറയേണ്ട, നുണ പറയേണ്ട. അതെല്ലാം അപകടകരമാണ്, അതെല്ലാം എന്നെ പൊള്ളിക്കുന്നതാണ്, അതൊക്കെ എന്നെ മേൽ അഗ്നിയായിട്ട് മാറി എന്നെ ദഹിപ്പിച്ച് കളയും. ആ ഒരു അറിവ് നമുക്കുണ്ടാകണം. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1, 2, 3 പ്രാവശ്യമൊക്കെ ഒരു നുണ പറഞ്ഞു വിചാരിക്കുക. ഒരാളുടെ നുണ പറഞ്ഞു, നിസ്സാരമായിട്ട് എടുത്തു, തീർച്ചയായിട്ടും അടുത്തയാൾ നുണ പറയും. നിസ്സാരമായിട്ട് എടുത്തു, വീണ്ടും മറ്റൊരാൾ നുണ പറയും. പിന്നെ നുണ പറയുന്ന ലൈസൻസ് ഇല്ല. കാരണം എന്ത് സംഭവിച്ചറിയാമോ? ഈ നുണയുടെ ദുരാത്മാവ് ആ വ്യക്തിയുടെ മേലെ അധികാരം സ്ഥാപിച്ചു. പിന്നെ അത് പാവമാണെന്ന് അറിയില്ല, തിരിച്ചറിയാൻ പറ്റില്ല. 1, 2, 3 ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഇത് പാവം, നമുക്ക് പാവം വല്ലായിട്ട് മാറുകയാണ്, നമ്മൾ അടിമപ്പെട്ടു പോവുകയാണ്. അവിടെയാണ് നമുക്ക് വിവേചനം ആവശ്യമുള്ളത്. വചനം പറഞ്ഞത് അവിടത്തേക്ക് പ്രസാദകരമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് എന്താണ് പ്രസാദകരമുള്ളതെന്ന് അറിയണം. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, എഫെസോസ് ലേഖനത്തിൽ ഇത് പറയുന്നുണ്ട്, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് എന്തെന്ന് നിങ്ങൾ വിവേചിച്ചറിയുവിൻ. എഫെസോസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം, ബുക്ക് ഓഫ് എഫെഷ്യൻസ് 5:10, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ, അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. എന്നിട്ട് പറയാം, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. ഹല്ലേലൂയ. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ പങ്കുചേരരുത്. ഹല്ലേലൂയ. ഒരു കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയ്ക്ക് അറിയാം എന്താണ് തൻ്റെ ഭർത്താവിന് പ്രസാദകരമായിട്ടുള്ളത്. ഒരു ഭർത്താവിനറിയാം എന്താണ് തൻ്റെ ഭാര്യയ്ക്ക് പ്രസാദകരമായിട്ടുള്ളത്. മക്കൾക്കറിയാം എങ്ങനെയാണ് അപ്പനെ പ്രസാദിപ്പിക്കേണ്ടത്, അമ്മയെ പ്രസാദിപ്പിക്കേണ്ടത്. ഇതറിയില്ലെങ്കിൽ ജീവൻ നശിച്ചു പോകും, പകർന്നു പോവുകയാണ്. അതല്ലെങ്കിൽ സംഭവിക്കുന്ന കുടുംബത്തിൽ കലഹമായിട്ട് മാറുകയാണ്. അപ്പോൾ അനുനയത്തിൽ, മനുഷ്യവാക്കി പറഞ്ഞ അനുനയത്തിൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് ഇടപെടുകയാണ്. ചേട്ടന് പ്രസാദകരമല്ലാത്ത പറഞ്ഞാൽ ചിലപ്പോൾ അടി വീഴും, പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യും? ചേട്ടൻ സന്തോഷിപ്പിക്കുന്ന രീതി മാത്രമേ പെരുമാറാൻ പറ്റൂ. പല കുടുംബങ്ങളുടെ അവസ്ഥ അതാണ്. പക്ഷെ ജീവിക്കുന്ന ലോകത്തിൽ ഇപ്പം നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ, നമ്മുടെ ഓഫീസ് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുണ്ട്. നമുക്കറിയാം എന്തൊക്കെയാണ് അവർക്ക് പ്രസാദകരമായിട്ടുള്ളത്. ബുദ്ധിമാന്മാർ എപ്പോഴും അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം യജമാനം നോക്കുമ്പം തൻ്റെ കീഴുദ്യോഗസ്ഥൻ കൊള്ളാൻ മിടുക്കനാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം തിരിച്ചറിയണം എന്താണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത്. നമ്മളിങ്ങനെ 24 മണിക്കൂർ സംസാരിച്ച് നടക്കുക, നമ്മളെപ്പോഴും മറ്റുള്ള കുറ്റം മാത്രം പറഞ്ഞ് നടക്കുക, മറ്റുള്ള കുറിച്ച് അപഖ്യാതി പറഞ്ഞ് നടക്കുക. ഇതിനൊക്കെ എന്തുമാത്രം വില കൊടുക്കേണ്ടി വരും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ. ഒരു ക്രൈസ്തവൻ, എ ക്രിസ്ത്യൻ ഈസ് കോൾഡ് ടു കീപ് ദ വേർഡ് ഓഫ് ഗോഡ്, ടു കീപ് ദ കമാൻഡ്മെന്റ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ വചനങ്ങളും അനുസരിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു ക്രൈസ്തവൻ. എന്നാൽ യാതൊരു വിലയും കൊടുക്കാതെ, യാതൊരു വിലയും കൽപ്പിക്കാതെ ലോകത്തിലെ മറ്റു മനുഷ്യരെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ വലിയ വില കൊടുക്കേണ്ടി വരും. അവൻ്റെ ജീവിതം, അവൻ്റെ കുടുംബം എന്തുമാത്രം വരെ നാശത്തിലേക്കാണ് പോകുന്നത്. കാരണം ദൈവവുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല. വചനം അനുസരിക്കാത്തവന് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ യേശു ഇവിടെ നമ്മൾ പറയുകയാണ്, യോഹന്നാൻ 15:10, നിങ്ങളെന്നിൽ വസിക്കണം, എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് യേശുവിൽ വസിക്കുക, യേശുവിൻ്റെ വാക്കുകൾ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച് അതിനനുസരിക്കുക. അനുസരിക്കുമ്പോൾ നീ അനുഗ്രഹം കണ്ടെത്തും. ഹല്ലേലൂയ. നമുക്ക് തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നതുമേ നന്ദി, സ്തോത്രം, അങ്ങേക്ക് മഹത്വം. ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാവും, നിങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. ഈ വചനം ശ്രദ്ധിക്കുക. വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 11:24 വചനം. ബുക്ക് ഓഫ് മാർക്ക് 11:24. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. അതിന് നെറ്റ് പറയാം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു വലിയ ഗ്യാരണ്ടിയാണ്. ഉറപ്പായിട്ട് പറയാണ്. ആകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. അത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ലഭിക്കാനുള്ള മാർഗം ഈശോ പറഞ്ഞു തരിക. എന്താണ് മാർഗം? നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു, അത് ലഭിക്കുന്ന യേശു വാഗ്ദാനം നൽകി. ലഭിക്കാനുള്ള വഴി എന്താ? മാർഗം എന്താണ്? വിശ്വസിക്കാനാ പറഞ്ഞു. അത് വിശ്വസിക്കുക. ഇപ്പോൾ ആ വിശ്വാസത്തിന് ശക്തി എത്ര വലുതാന്ന് നോക്കിയേ. നീ പ്രാർത്ഥിക്കുകയും നീ യാചിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് ലഭ്യമാക്കാൻ ദൈവം നിനക്ക് നല്ലൊരു വഴിയാണ് വിശ്വാസം. യു ഹാവ് ടു ബിലീവ്. നീ വിശ്വസിക്കണം. വിശ്വാസമില്ലാതെ എന്ത് കാര്യം ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ വിശ്വാസത്തിന് ഒത്തിരി തലങ്ങളുണ്ട്. ഉറപ്പുള്ള വിശ്വാസമാണ് ചോദിക്കുമ്പോൾ. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്ന് ചിന്തിക്കരുത്. പിന്നെയോ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം കേൾക്കുന്നുണ്ട്. ദൈവം കേൾക്കുന്നുണ്ട്. ദൈവം എനിക്ക് തരണം. ദൈവം എനിക്ക് തരണം. തരാനുള്ള വഴിയാണ് എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസം ദുഷ്കരമാണ്. വിശ്വാസം പ്രാപിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മുടെ സാഹചര്യമൊക്കെ നമുക്ക് എതിരാണ്. നമുക്ക് വിശ്വസിക്കാനുള്ള ഒന്നും ഒരു വഴി മുമ്പിൽ ഇല്ല. സാഹചര്യമൊക്കെ എതിരാണ്. പക്ഷെ എന്ത് സാഹചര്യം എതിരാണെങ്കിലും ക്രിസ്തുവിൻ്റെ വചനമായതുകൊണ്ട് അതിന് വള്ളിപുള്ളി മാറ്റം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ വാഗ്ദാനമായതുകൊണ്ട് അതിന് വള്ളിപുള്ളി മാറ്റം സംഭവിക്കത്തില്ല. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനത്തിൻ്റെ വള്ളിപുള്ളിക്ക് മാറ്റം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനമാണ്. നീ എന്ത് പ്രാർത്ഥിച്ചാലും നീ യാചിച്ചാലും നിനക്ക് ലഭിക്കും. യു ഹാവ് ടു ബിലീവ്. നീ വിശ്വസിക്കണം. അപ്പോൾ ആ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. നമുക്കില്ലാത്ത വിശ്വാസമാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പയന്നു പോവുകയോ തളർന്നു പോവുകയോ ദൈവം എൻ്റെ കൂടെ ഇല്ലയോ, ദൈവം എന്നെ വിട്ടുപോയോ. ഏറ്റവും ആദ്യം ചിന്ത ഏതാണ്? ദൈവനെ ഉപേക്ഷിച്ചോ, കർത്താവിന് എന്നെ വേണ്ടയോ, ഇല്ലേ? അത് നമുക്ക് ആദ്യം ചിന്ത വരുന്നത്. ദൈവത്തിന് എന്നെ വേണ്ടയോ, ഈശോനെ വിട്ടോ, ഉപേക്ഷിച്ചോ. ഭയം വരികയാണ് അവിടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ. അറിഞ്ഞിരിക്കണം, when a person keep the commandments of God, ഒരുവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധമായി വചനപ്രകാരം ജീവിക്കുമ്പോൾ ക്രിസ്തു അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ഒരിക്കലും യേശുവിനെ വിട്ടുപോകില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിലല്ല ജീവിക്കുന്നതെങ്കിൽ there is no guarantee. വാഗ്ദാനമില്ല. അപ്പോൾ നാം ഒരു കാര്യം എപ്പോഴും ഓർമ്മിച്ചിരിക്കണം, ഉറപ്പാക്കണം. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വചനപ്രകാരം വിശുദ്ധമായിട്ട് ജീവിക്കുന്നു. ഞാൻ വചനം കേൾക്കുക മാത്രമല്ല, ഞാൻ വിശ്വസിക്കുകയും ഞാൻ അനുസരിക്കുകയും ചെയ്യുന്നു. ഞാൻ വചനം പാലിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിൽ എൻ്റെ നാവ് ഒരു തിന്മ പറയാൻ പോകുന്ന നിമിഷത്തിൽ ഞാൻ അറിയണം, പാടില്ല, ഇത് കർത്താവിന് എതിരാണ്, ഞാൻ തിന്മ പറയരുത്. സോ ഐ ഹാവ് ടു കൺട്രോൾ മൈസെൽഫ് ദേർ. ഞാൻ എവിടെ നിയന്ത്രിക്കണം. ഞാൻ മോശമായ ഒരു കാര്യം കാണാൻ ഒരു അവസരം വരികയാണ്. എനിക്ക് കണ്ണ് പെട്ടെന്ന് കണ്ണിന് ആസക്തി കൊണ്ട് കണ്ണ് തീരുമാനമെടുക്കും. കണ്ണ് പറയുക ഒരിക്കലൊന്ന് കാണണം. ഹൃദയം പറയുക വേണ്ട, കാണണ്ട. പക്ഷെ കണ്ണിൻ്റെ ആസക്തി ആ നിമിഷം നീ അറിയണം, നീ തിരിച്ചറിയണം. ഇല്ല, ഞാനിത് കാണാൻ പോയാൽ എനിക്ക് അപകടമാണ്, ഇത് മോശമാണ്, തിന്മയാണ്, ഇത് പാപമാണ്, കാണണ്ട.
ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ നീ ഒരു തീരുമാനം എടുക്കണം. അത് വേണ്ട, ഇത് വേണ്ട, ഇത് ദൈവത്തെ സന്തോഷിപ്പിക്കത്തില്ല, ഇത് കർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു പോകും, എനിക്കത് വേണ്ട. അങ്ങനെ ഒരു അറിവ് നിൻ്റെ ഉള്ളിൽ നീ വളർത്തിയെടുക്കണം. ഒരു കുഞ്ഞിനറിയാലോ, ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു കുഞ്ഞിനറിയാം, 8-10 വയസ്സ് പ്രായമുള്ള കുട്ടിക്കറിയാം തൻ്റെ അമ്മയും അപ്പനും തന്നെ എങ്ങനെ വഴക്ക് പറയും, എന്തിനു വഴക്ക് പറയും. ഇത് ചെയ്യാൻ പാടില്ല, അമ്മ പറഞ്ഞാൽ വഴക്ക് പറയും. അവർ പറയും, അമ്മ പറഞ്ഞാൽ വഴക്ക് പറയും, അപ്പനാ തല്ലും. അറിയാം ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല. ഈ അറിവ് നിനക്കുണ്ടോ ദൈവത്തിൻ്റെ മുമ്പിൽ? ഇന്ന ചെയ്യരുത്, ഇത് ചെയ്യാനേ പാടില്ല. ആ അറിവ് അത് വളർത്തിയെടുക്കണം. അതുണ്ടെങ്കിൽ അതൊരു പരിചയമായിരിക്കും, തിന്മയ്ക്കെതിരായിട്ട് നിൽക്കൊരു പരിചയമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ആഴമായ വിശുദ്ധീകരണമാണ്. ഹൃദയത്തിൽ പാപം കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ആക്രമിക്കപ്പെടും. നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തെ ഈ പാവം ആക്രമിക്കും. നമ്മുടെ ഉള്ളിലെ പാവം നമ്മളെ ആക്രമിക്കും, വിശ്വാസം തകർത്ത് കളയും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. ഉള്ളിൽ പാപം കിടക്കുന്ന ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ട് ആ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ജീവിക്കണം. അവിടെ യേശു വസിച്ചാൽ, യേശു ജീവിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. വചനത്തിൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ നിന്റെ വിശ്വാസം വർദ്ധിക്കും. ഇതിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവാണ് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 2 തലങ്ങൾ, ഒന്ന് വചനവും പരിശുദ്ധാത്മാവും. ഇത് രണ്ടും നമ്മൾ വർദ്ധിക്കും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7:37 കർത്താവിൻ്റെ വചനം ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, those who are thirsty come to me, those who believe drink. 2 വചനം കൊടുത്തിരിക്കുക. those who are thirsty come to me. ദാഹിക്കുന്നവൻ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നവൻ കുടിക്കട്ടെ എന്നാണ് ശരിക്കുള്ള ട്രാൻസ്ലേഷൻ. അത് ഇംഗ്ലീഷ് അങ്ങനെ കൊടുത്തിരിക്കുക. യേശു പറയാണ്, നിനക്ക് ദാഹമുണ്ടോ നീ എൻ്റെ അടുക്കൽ പോവാ, നിനക്ക് വിശ്വാസമുണ്ടോ നീ കുടിക്ക്. ജീവജലം കുടിക്കണം, വചനമാണ് ജീവജലം. നീ യേശുവിൻ്റെ അടുക്കൽ വരണം, ദാഹമുണ്ടെങ്കിൽ വരണം, നീ വചനം ശ്രവിക്കണം, നീ കുടിക്കുകയാണത്. വചനം കുടിക്കുകയാണ് ഹൃദയത്തിലേക്ക്, നീ വചനം കുടിക്കുക. അങ്ങനെ ഹൃദയത്തിൽ ആ ജീവജലം നിറയട്ടെ, വചനമെന്ന ജീവജലം നിറയട്ടെ. അടുത്ത വചനമാണ് 7:39 വചനമാണ്, ഔട്ട് ഓഫ് ദ ഹാർട്ട് ഓഫ് ദോസ് ഹു ബിലീവ് ഷാൽ ഫ്ലോ ദ റിവേഴ്സ് ഓഫ് ദ ലിവിംഗ് വാട്ടർ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തിൽ ജീവിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ജീവജലമാണ് വിശ്വാസത്തിന്റെ ശക്തി എന്നുള്ളത്. ഹല്ലേലൂയ. അത് പുറപ്പെടുന്ന ശക്തി, വിശ്വാസ ശക്തി പുറപ്പെടും ഹൃദയത്തിൽ നിന്ന്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ യേശു പറയാണ്, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, അത് നിനക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഒരു വചനം കൂടി യോഹന്നാൻ്റെ ലേഖനത്തിൽ, 1 യോഹന്നാൻ 1 John 5:14, അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിയുമെന്നും നമുക്കറിയാം. എന്നിട്ട് പറയാം, പൊതുപൂർവ്വം പറയണം, അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പം അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി നാം ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ഉറപ്പായിരിക്കണം. ഉള്ളിൽ ഒരു ഉറപ്പാണിത്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിയുമെന്നും നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്ന നമുക്കറിയാം. അറിയാമോ? അറിയാമെങ്കിൽ അടുത്ത വചനം പറയുകയാണ്, ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അതാണ് വിശ്വാസം. നീ ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു തലത്തിലേക്ക് വളർന്ന് കയറി വരണം. ഞാൻ ചോദിച്ച കാര്യം കിട്ടിക്കഴിഞ്ഞു, ദൈവം തന്നു. കാരണം ഞാൻ ചോദിക്കുന്ന അവിടുത്തെ ഇഷ്ടത്തിന് അനുസൃതമായിട്ടാണ്. അത് ഒത്തിരി വിവേചിക്കേണ്ട വചനമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കുക. ഒത്തിരിയേറെ ആവശ്യം നമുക്ക് ലോകത്തിലുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു യുവതി ഒരു യുവാവിനെ സ്നേഹിച്ചു, ഒരു യുവാവ് ഒരു യുവതിയെ സ്നേഹിച്ചു. കല്യാണം കഴിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായി.
പക്ഷെ അവിടെ ഒരു പ്രശ്നം വരികയാണ്, വിവാഹം കഴിക്കണോ വേണ്ടയോ? എന്താണ് ദൈവത്തിൻ്റെ ഹിതം? എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? എന്താണ്? കാരണം ഇവൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട്. ഇവർ ദൈവത്തിൻ്റെ പദ്ധതിയിലാണോ ഈ ബന്ധത്തിൽ ഏർപ്പെട്ടത്? ആ ദൈവത്തിൻ്റെ വഴിയാണോ എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഈ മക്കൾക്കുണ്ട്. പക്ഷേ പ്രേമത്തിന് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചോദിക്കത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വലിയ തകർച്ചയിലാണ് പോവുക. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടത് ഉണ്ടാകും, പലതും ഉണ്ടാകും. പക്ഷെ അത് ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നമുക്ക് അറിവുണ്ടാകണം, ഒരു വിവേചനം ഉണ്ടാകണം. അത് ലോകത്ത് ജീവിക്കുന്ന ഒരു പാപിക്ക് ഒരിക്കലും ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ആ തിരിച്ചറിവുണ്ടാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്ത് ചോദിച്ചാലും അത് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഉറപ്പ്. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾ ബൈബിൾ താഴെ ചെയ്യും ഒരു വചനങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നില്ല. അത് കൂടുതൽ വിശദീകരണം വേണ്ടൊരു വചനമാണ്. 3:21 വചനമാണത്. ഞാൻ അവിടുന്ന് വായിച്ചോളാം. യോഹന്നാൻ 3:21 വചനം. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്ന എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഉണ്ടോ? എല്ലാവരും ഉത്തരവോടെ വന്നു കഴിഞ്ഞു. ഇവിടെ എന്തൊക്കെ പ്രസംഗിച്ചോ എൻ്റെ എല്ലാ ഉത്തരവോടെ വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറ്റബോധം തോന്നും, ദൈവം ഇത് ചോദിച്ചാൽ ദൈവം തരുമോ തരത്തില്ലയോ? മനസ്സിലൊരു ഭാരം വരികയാണ്. ഹൃദയം കുറ്റപ്പെടുത്താൻ പാടില്ല. കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് ധൈര്യമുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്ന കാര്യം എൻ്റെ മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തുകയാണ്. അത് ചോദിക്കണോ വേണ്ടയോ? ദൈവത്തിന് ഇഷ്ടമാണോ? ഒരു ഭയം. പക്ഷെ അവിടെ വിശ്വാസമില്ല, അവിടെ ഒന്നും കിട്ടില്ല. ആത്മധൈര്യം ഉണ്ടാകണം. ഞാൻ ചോദിക്കുന്ന കാര്യം അത് ദൈവത്തിന് ഇഷ്ടമാണ് എന്നൊരു അറിവ് എനിക്കുണ്ടാകണം. ഈ അറിവ് അങ്ങനെ കിട്ടുന്ന അടുത്ത വചനം പറയുന്നത്, നാം ആവശ്യപ്പെടുന്ന എന്തും അവിടെ നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു, വചനം അനുസരിക്കുന്നു, അവിടത്തേക്ക് പ്രസാദകരമായി നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ട് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതാണ് അടിസ്ഥാനം എന്ന് പറയുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അവിടുത്തെ പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു ജീവിതത്തിൽ വിശുദ്ധമായ ഒരു ജീവിതമാണിത്. ഇവിടെ നിൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തോട് പറയുമ്പോൾ അവിടുത്തേക്ക് പ്രസാദകരമായിട്ടുള്ളത് പ്രാർത്ഥിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നു. നീ ചോദിക്കുന്ന കാര്യങ്ങൾ നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണിലടയ്ക്കാം. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം. ഹൃദയത്തിൽ ദൈവത്തോട് പറയാം, ദൈവം എനിക്ക് ഇന്ന ആവശ്യങ്ങളാണ്, എനിക്ക് ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളാണ്, എനിക്കിവിടെ ഉത്തരവുണ്ടാകണം. എൻ്റെ ഹൃദയത്തിൽ നല്ല ഉറപ്പുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് എനിക്ക് പലപ്പോഴും ഇത് പ്രാപിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. പറ, ഈശോയെ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഞാൻ അർപ്പിക്കുന്ന ഈ യാചനകൾ കേട്ട് ഉത്തരമരുളണമേ. ഞാൻ ചോദിച്ചവ എനിക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം എൻ്റെ വിശ്വാസത്തെ അവിടുന്ന് ഉറപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്തുതിക്കട്ടെ, തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഗ്ലോറി, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന. സ്തുതിക്കും ദൈവമേ, നന്ദി, സ്തോത്രം അങ്ങേക്കും മഹത്വം. നിനക്കൊരു രോഗം സുഖപ്പെടാന്നുള്ളത് നിന്റെ ആഗ്രഹമാണ്, ചോദിക്കുന്നതിൻ്റെ അവകാശമാണ്. നീ വിശ്വസിക്കണം, കിട്ടിക്കഴിഞ്ഞാൽ വിശ്വസിക്കണം. ഒരു നിമിഷം കൂടിയുള്ള വലതുകരം കുത്തിപ്പിടിക്കുക. ഞാൻ രോഗസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കണം.
കർത്താവിൻ്റെ അഭിഷേകം ഇപ്പോൾ നിലവിൽ ഇറങ്ങി വരട്ടെ. ഉയർത്തിപ്പിടിച്ചതിൻ്റെ വലത് കരുത്തിലേക്ക് ശക്തി ഇറങ്ങി വരട്ടെ. രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. നിനക്ക് എന്ത് രോഗമുണ്ടോ, വിട്ടുമാറാത്ത രോഗം, നീ വിശ്വസിക്കണം. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. തീർച്ചയായും നിന്റെ സൗഖ്യം നിന്റെ ആവശ്യമായതുകൊണ്ട് ഒരു സംശയത്തിന് അവകാശമില്ല. ഒരുപക്ഷെ നിനക്കൊരു ദൈവം ഒരു പീഡ അനുഭവിച്ചിട്ടുള്ളതാണ് എങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. നിന്റെ സഹനത്തിന് ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. പക്ഷെ നിന്റെ സൗഖ്യം നിനക്ക് ചോദിക്കുക നിന്റെ അവകാശമാണ്. ഇതാ ഉയർത്തിപ്പിടിച്ച വലതുകരം രോഗമുള്ള ഭാഗത്ത് വയ്ക്കുക. നീ കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ രോഗിയാണ്, എൻ്റെ ഈ പ്രാർത്ഥന എനിക്ക് സൗഖ്യം വേണം. എൻ്റെ ഈ പ്രാർത്ഥന അവിടെ കേട്ട് കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല അങ്ങനെ സുഖപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ സുഖപ്പെട്ട് കഴിഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞു. കാരണം ഈശോ എനിക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടതാണ് 2000 വർഷം മുമ്പ്. ആ മുറിവ് എനിക്ക് ആധാരമാണ്, എൻ്റെ സൗഖ്യത്തിൻ്റെ ആധാരമാണ്, എൻ്റെ അടിസ്ഥാനമാണ്. ആ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ അവകാശമാണ് എൻ്റെ സൗഖ്യം. സോ ഐ ആം ഹീൽഡ്. ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു. തന്നെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി. ആരാധിക്കുന്നങ്ങേ സ്തുതിക്കുന്നപ്പോൾ സ്തോത്രം അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം, ഗ്ലോറി. നിങ്ങൾ മറ്റൊരു ആവശ്യം കൂടി വളരെ ഉയർത്തി പിടിച്ചുകൊള്ളുക. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ഇതിൻ്റെ കുടുംബത്തിലെ പ്രശ്നമായിരിക്കും, എന്തെങ്കിലും ആട്ടെ, നിങ്ങളത് സമർപ്പിക്കുക. അത് വിശ്വസിക്കുക. കർത്താവ് അത് നിങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവിന് അറിയാം. അവിടെ നിൽക്കുന്ന കെട്ടുകളും ബന്ധങ്ങളും ഒക്കെ അഴിക്കാൻ ദൈവം ശക്തനാണ്. 18 വർഷമായി കൂന് ബാധിച്ച ഒരു സ്ത്രീ സിനഗോഗിൽ യേശു കണ്ടപ്പോൾ യേശുവിനെ അടുക്കലേക്ക് വിളിച്ച് അവിടെ കൂനെ നിവർത്തി സുഖപ്പെടുത്തി ഒരു ആത്മാവിനെ ബഹിഷ്കരിച്ചപ്പോൾ അവൾ സ്വതന്ത്രയായി. അബ്രാഹത്തിൻ്റെ മകൾ 18 വർഷമായി പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവളായിരുന്നു. നിന്റെ ജീവിതത്തിലും ഇതുപോലെ പിശാച് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന നിന്റെ സാമ്പത്തിക മേഖല, നിന്റെ കുടുംബത്തിലെ അനുഗ്രഹത്തിൻ്റെ മേഖല, ജോലി മേഖല, ജീവിത വരുമാനത്തിൻ്റെ മേഖല, നിനക്കൊരു ജോലിക്ക് പുറത്തു പോകാൻ വിസ കിട്ടാനുള്ള തടസ്സങ്ങൾ എന്തുമാകട്ടെ, അത് ഈശോയ്ക്ക് സമർപ്പിക്കുക. അതിന് പുറകെ നിൽക്കുന്ന തടസ്സപ്പെടുത്തുന്ന സകല അടിമകളെയും കർത്താവിൻ്റെ കുരിശിലെ വിജയത്തിൻ്റെ യോഗ്യതയാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ നിർവീര്യമായി പോകട്ടെ. നിനക്ക് പ്രാപിക്കേണ്ട അനുഗ്രഹം നീ പ്രാപിച്ചു കഴിഞ്ഞു. നീ വിശ്വസിക്കുക. നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. നീ കിട്ടിക്കഴിഞ്ഞു. അത് കർത്താവിന് നന്ദി പറയുന്നു. എനിക്ക് തന്നനാടി നന്ദി പറയുന്നു. കർത്താവേ തന്നെ ശ്രുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ. നന്ദി, ആരാധന, സ്തോത്രം അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു.